പ്രസ്ഥാനത്തിലും ഉപരിയായി വ്യക്തികളാണ് ആരോപണത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത്. വ്യക്തികൾ എന്നത് പോലും ചുരുങ്ങി വ്യക്തി എന്നതിലേക്കാണ് ആരോപണങ്ങളുടെ മൂന ചെന്നെത്തുന്നത്. ഒരു മഹാപ്രസ്ഥാനത്തിൽ ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നത് ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതരമായ അപകടത്തിലേക്കാണ്. അപകടകരമായ മൗനം പിന്തുടരുന്ന ഒരു പറ്റം ബുദ്ധിജീവികൾ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഒരഭിപ്രായം മാത്രം ഉണ്ടാകുക എന്നത് സാമാന്യ ചിന്തയ്ക്ക് വഴങ്ങുന്നതല്ല. അത്തരക്കാരുടെ മൗനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമായ അനാസ്ഥയാണ്. ഒക്കെ തെളിയുമ്പോഴേക്കും എല്ലും തോലുമായി പാർട്ടി നിർജീവമായി കഴിഞ്ഞിരിക്കും. ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നും പ്രസ്ഥാനം ഒറ്റക്കെട്ടാണെന്നും വരുത്തിത്തീർക്കാനുള്ള ചുമട്ടുതൊഴിലാളികളായി ഇടത് ബുദ്ധിജീവികൾ അധപ്പതിച്ചു. മനസ്സും ശരീരവും പ്രവൃത്തിയും കൊണ്ട് അവർ ദാസ്യവൃത്തി ചെയ്ത് കസേരകൾ കാത്തു. കൽപ്പിത കാരാഗ്രഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് തടവറയിൽപ്പെട്ട് സംഘർഷം അനുഭവിക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളെ ഓർത്ത് കാലം ലജ്ജിക്കും. ശരീരം കൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്ന 1000 തൊഴിലാളികൾ കെട്ടി ഉയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അമരത്തുള്ളവരുടെ സ്ഥിതി നാളെ താഴെത്തട്ടിലെ വിയർപ്പിന്റെ മണം പേറുന്ന തൊഴിലാളികൾ അറിയുമ്പോൾ അവർ നിങ്ങൾക്ക് മാപ്പ് തരില്ല. നയിക്കുന്നവൻ സംശയത്തിന് അതീതനാകണമെന്നും കറ പുരളാത്തവനായിരിക്കണമെന്നും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? നിലനിൽക്കേണ്ടത് പാർട്ടിയല്ലേ, പദവിയല്ലല്ലോ. പകലന്തിയോളം പണിയെടുത്ത് അതിൽ നിന്ന് ഒരംശം പാർട്ടിക്ക് നൽകി വിയർപ്പിന്റെ വിലയിൽ ജീവിതം നയിക്കുന്ന 10,000-കണക്കിന് പാർട്ടി സഖാക്കളുടെ മാതൃകാ പുരുഷനായി മനസ്സിലെക്കാലവും ഉണ്ടായിരിക്കുന്നതാണ് അമരത്വം. പാർട്ടി എന്തു പറഞ്ഞാലും അത് അപ്പാടെ വിഴുങ്ങും വിശ്വസിക്കും ഈ പാവങ്ങൾ. അവരെ വഞ്ചിച്ചുകൂടാ. പാർട്ടിയെ ഒട്ടിനിന്ന് ഒക്കത്തു കയറി പദവികൾ ഒപ്പിച്ചവർ അധികം വൈകാതെ ഈ പ്രസ്ഥാനത്തെ തള്ളിപ്പറയും. നോക്കിക്കോ. പ്രതിപക്ഷ കക്ഷികൾക്ക് ഈ ജയം വെറും രാഷ്ട്രീയം മാത്രം. പക്ഷേ പ്രസ്ഥാനത്തിന് ഈ തോൽവി നിലനിൽപ്പിനെതിരെയുള്ള ചോദ്യം ചെയ്യലും കൂടിയാണ്. ഉരുണ്ടുകൂടുന്ന ആരോപണങ്ങളെ ചെറുത്തു നിൽക്കാനാകാത്ത ഒരു ദിനം വന്നേക്കും എന്ന ഭീതി ഇതിനോടകം പാർട്ടി സ്നേഹികളുടെ മനസ്സിൽ രൂപം കൊണ്ടു കഴിഞ്ഞു. ഭീതിയുടെയോ അടിമത്തത്തിൻ്റെയോ ചങ്ങല പൊട്ടിച്ചെറിയാനുള്ള ധൈര്യം അവർ കാണിച്ചു. അതാണ് ഈ പരാജയം. പൗഡറിട്ട് ക്യാമറകൾക്ക് മുന്നിൽ വന്നിരുന്ന ചാനലുകളിലൊക്കെ പറഞ്ഞതൊന്നും ജനം വിശ്വസിച്ചില്ല. പൗരപ്രമുഖർ എന്ന പേരിൽ ചുറ്റും നിന്നവർ പോലും വോട്ടിട്ടില്ല. കൈയടിക്കുന്നവനെ മാത്രം കൂടെ നിർത്താൻ ശ്രമിച്ചതിന്റെ ഫലമാണ് സഖാവേ ഈ പരാജയം. കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റുകൾക്ക് കൊമ്പില്ല, പക്ഷേ കമ്മ്യൂണിസത്തിന് കൊമ്പുണ്ട്. അനീതിയെയും അക്രമത്തെയും ദുർനടപ്പുകളെയും കരിപുരണ്ട കാലത്തെയും കുത്തിമറിച്ചിട്ട് ഏവർക്കും തുല്യമായി പ്രകൃതി സമ്പത്തിനെയും സൗകര്യങ്ങളെയും ഒന്നുപോലെ അനുഭവിക്കാൻ പ്രാപ്തമാകുന്ന കാര്യരുമ്പിന്റെ ശക്തിയുള്ള കൊമ്പ്.